കുറേ നാളായില്ലേ കുറച്ച് വാചകം മാത്രം കുറച്ച് പാചകമായല്ലോ. ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഞാൻ തോട്ടയിലൊരു പാത്രത്തിലാണ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളക്കൂറാൻ വേണ്ടിയിട്ട് നമ്മൾ 179 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഹലോ ഹായ് നമസ്കാരം, പുതിയവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് തക്കാളിയും പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്, ഞാൻ കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ പച്ചമുളകൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പേസ്റ്റ് രൂപത്തിലാക്കണമെന്നില്ല, അത്യാവശ്യം ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ആവശ്യത്തിന് മാത്രം എരിവിനനുസരിച്ചുള്ള കുറച്ച് മുളക് പൊടിയും. പിന്നെ കുരുമുളകൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് മുളക് പൊടി മതി കേട്ടോ. പിന്നെ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ച മണക്ക് നമുക്ക് പോയിപ്പിക്കാം. ഞാൻ ചട്ടിയിലാണ് വെച്ചത്. ഭയങ്കര ടേസ്റ്റാണ് ചട്ടിയിൽ വെക്കുമ്പോൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല, ഞാൻ 10 രൂപേൻ്റെ ചിക്കൻ മസാലയിൽ കുറച്ച് ഉണ്ടാകുന്നതുകൊണ്ട് അത് തട്ടിയത് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചിക്കൻ മസാല ഇട്ടാൽ മതിയേ. ചട്ടിയിൽ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ വെക്കുന്നവരുണ്ടാവും, എങ്കിലും വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ചിക്കൻ കറിയൊക്കെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുന്ന നല്ല നാടൻ കറി പോലെ ഇരിക്കും. അങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കഴുകി വെച്ച ചിക്കനൊക്കെ അതിലേക്കിട്ട് അതെല്ലാം മിക്സ് ചെയ്തൊന്ന് വെക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചാൽ തന്നെ ഓൾറെഡി അതിലേക്ക് വെള്ളം ഊറി വരും. പക്ഷേ ഞാൻ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് എനിക്ക് ആവാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ശരിക്കും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അടച്ച് വെച്ചാൽ ഊറി വെള്ളം വരും. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഈ പട്ട ഗ്രാമ്പൊക്കെ നമ്മൾ വറുത്ത് പൊടിക്കുമല്ലോ വീട്ടിൽ തന്നെ, ആ ഒരു പൊടിയും കൂടെ കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കറിവേപ്പില, ഇതൊക്കെ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിച്ചപ്പ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അത് വേണ്ട കേട്ടോ, ഇടണമെന്നില്ല. ഇവിടെ അമ്മയ്ക്ക് അധികം മല്ലിച്ചപ്പ് ഇടുന്ന കറികളൊന്നും അധികം ഇഷ്ടമാവാറില്ല. അപ്പോൾ ഇന്ന് അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര വാരി കോരി ഇട്ടത് കേട്ടോ. പിന്നെ നല്ല കറിവേപ്പിലയും കറിവേപ്പിലൊക്കെ വീട്ടിൽ കിട്ടുന്ന കറിവേപ്പിലൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയും കറിയിലെ കറിവേപ്പില അങ്ങ് എടുത്ത് കളയണം. പക്ഷേ വീട്ടിലൊക്കെ ആണെങ്കിൽ കറിവേപ്പില തിന്നുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വെക്കാം. പിന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അടച്ചു വെച്ച് വേവിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്കൊന്നും പാചകം അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് വെക്കാനും കുടിക്കാനും ഒന്നും അറിയില്ല, അതുകൊണ്ട് മാറി നിൽക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊക്കെ ആദ്യം ബിരിയാണി വെക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയിൽ ഈ ചോറൊക്കെ ഇട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ബിരിയാണി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു അന്ന് കൊടുത്തത് എൻ്റെ ആൻറ്റിയുടെ മക്കൾക്കായിരുന്നു. അവർ ഇന്നും എന്നെ കളിയാക്കും. പണ്ട് കിങ്ങിണി, എന്നെ കിങ്ങിണി എന്നാണ് വീട്ടിൽ വിളിക്കാറ് കേട്ടോ. കിങ്ങിണി ചിക്കൻ കറിയിൽ നെയ്ച്ചോറ് എടുത്തിട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് ബിരിയാണി എന്ന് പറഞ്ഞ് തരുന്നത്. അതെനിക്ക് എന്താണ് ബിരിയാണി എന്നൊന്നും പോലും അറിയില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ അത് വെച്ചപ്പോൾ ആദ്യമൊക്കെ കോളായിരുന്നു. പിന്നെ 2-3 തവണയൊക്കെ വെച്ച് ഇപ്പം എൻ്റെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇവിടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചേച്ചിയോ എൻ്റെ നാത്തൂനോ മോളോ ആരോട് വേണമെങ്കിലും, ഏട്ടനോട് ആരോട് വേണമെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഞാൻ വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ബിരിയാണിയെന്ന്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിരിയാണിയാണ് വെക്കാൻ പഠിച്ചത്. ഏറ്റവും ടഫായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറി നിൽക്കുന്ന ഒന്നുകൂടിയാണ്. അതാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താകുമ്പോൾ എക്സ്പീരിയൻസ് ആവുമെന്നുള്ളത്. നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും അറിയാതെ പോകുന്നൊരു കാലം വരും. പിന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി മല്ലിച്ചപ്പം കറിവേപ്പില മണം കിട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് നന്നായിട്ട് കുറുകി വന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം. ചോറിനോ നമ്മുടെ പൊറോട്ടക്കോ പിന്നെ ചപ്പാത്തിക്കോ ഒക്കെ നമുക്ക് അപ്പത്തിനും ദോശക്കോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പാചകം പഠിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. എന്നും നമുക്ക് പാചകം ചെയ്യാൻ നമ്മുടെ അമ്മ അടുത്തുണ്ടാവണം എന്നില്ല. ആ ഒരു കാലം വരുമ്പോഴേക്കും നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.